യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പേര് മഞ്ജു, ഇതെൻ്റെ ഭർത്താവ് ജോർജ്, ഇത് ഞങ്ങളുടെ മക്കൾ ആൻ, അലൻ. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 നവംബർ 9-നാണ്. അതിനുശേഷം ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. അത് ഇന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ദിവസം തന്നെ പരിശുദ്ധ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാനൊരു നേഴ്സാണ്. ഞാൻ ഒമാനിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ആദ്യത്തെ പ്രാവശ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ അൾത്താരയുടെ മുമ്പിൽ നിന്നപ്പോൾ മാതാവ് എനിക്ക് ന്യൂസിലൻഡിൽ നിന്നും പോകുന്ന ഡേറ്റ് 2024 മാർച്ച് 25 ഓഗസ്റ്റ് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് മാതാവ് ഓസ്ട്രേലിയയിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി തന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് ഞാൻ നാട്ടിലെത്തിയതിന് ശേഷം ആദ്യത്തെ എൻ്റെ പ്രോസസ്സിങ് എന്ന് പറയുന്നത് മെഡിക്കലായിരുന്നു. മെഡിക്കൽ എന്തായാലും ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു, ഞങ്ങളുടെ മെറിറ്റിൽ എന്താണെങ്കിലും അത് പാസ്സാകത്തില്ലെന്ന്. കാരണം എൻ്റെ ഹസ്ബൻഡിന് ഒരു കാർഡിയാക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. പേസ് മേക്കർ പോലെ ICD ഹാർട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെസ്റ്റ് എക്സ്റേ എടുക്കുമ്പോൾ ഉറപ്പായിട്ട് അത് കാണും. അപ്പോൾ ഒന്നുകിൽ ഞങ്ങളെ അൺഫിറ്റാക്കും, അല്ല എന്നുണ്ടെങ്കിലും ഒന്നുകൂടെ ചെയ്യാൻ പറയും. ഡോക്ടർ വരെ പറഞ്ഞു എന്താണെങ്കിലും ഒന്നുകൂടെ ചെയ്യാൻ പറയുമെന്ന്. പക്ഷെ ഞങ്ങൾ പോകുന്നതിന് മുന്നേ ഇവിടെ വന്ന് മാതാവിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. പോയപ്പോൾ ഞങ്ങൾ ഉപ്പും മാതാവിൻ്റെ തൈലവും കഴിച്ച് പോകുന്ന വഴി ഞങ്ങൾ ട്രിവാൻഡ്രം കിംസിലായിരുന്നു ഞങ്ങളുടെ മെഡിക്കൽ. അപ്പോൾ എറണാകുളത്ത് ഞങ്ങൾ ട്രെയിനിനാണ് പോയത്. അപ്പോൾ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിലും കിംസിലും ഞങ്ങൾ പത്രം കൊടുത്തായിരുന്നു. കൊടുക്കുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഇത് ആവശ്യമുള്ളവരുടെ കയ്യിൽ മാത്രം എത്തിക്കണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊടുത്തത്. അങ്ങനെ പത്രം കൊടുക്കുന്ന സമയത്ത് അത് ആവശ്യമുള്ളവരുടെ കയ്യിൽ തന്നെ അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഞങ്ങളിത് നോക്കിയിരിക്കുമായിരുന്നു എന്ന്. അങ്ങനെ എല്ലാ പത്രവും അങ്ങനെ ആവശ്യമുള്ളവരുടെ കൈകളിൽ തന്നെ എത്തിച്ചിട്ടാണ് ഞങ്ങൾ മെഡിക്കലിന് കയറിയത്. മെഡിക്കൽ ഒരു കുഴപ്പവും കൂടാതെ ഡോക്ടർ വരെ പറഞ്ഞു ഫിറ്റാവാൻ സാധ്യതയില്ലെന്ന്. പക്ഷെ ഒരു കുഴപ്പവും കൂടാതെ മെഡിക്കൽ ഫിറ്റാക്കി തന്ന് ഞങ്ങളെ മാതാവ് അനുഗ്രഹിച്ചു. മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു. അതിനുശേഷമുള്ള എൻ്റെ പ്രോസസ്സിംഗ് ആയിരുന്നു സ്കിൽ അസസ്മെൻറ്റ് പ്രോസസ്സിങ് ആൻമാക്ക്. ഇതിനു മുന്നേ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒമാനിലായിരുന്നു. അപ്പോൾ ഞാൻ ന്യൂസിലൻഡിൽ ജോലി കിട്ടാതിരുന്ന സമയത്ത് എന്നെ എൻ്റെ കുടുംബക്കാരൊക്കെ ഒത്തിരി വഴക്ക് പറഞ്ഞു. കാരണം ഉള്ള നല്ല ജോലി ഇട്ടിട്ടാണ് നീ പോയത്, നിൻ്റെ അഹങ്കാരം കൊണ്ടാണ്, നിനക്ക് UK അയർലൻഡോ നോക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചു. പക്ഷേ എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞത് നീ ന്യൂസിലൻഡിന് പോകാനാണ്, അതുകൊണ്ടാണ് ഞാൻ ന്യൂസിലൻഡിന് പോയത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്ന്. ഞാൻ അവരോട് പറഞ്ഞു മാതാവാണ് എന്നെ വിട്ടത്, അതുകൊണ്ട് മാതാവ് എനിക്കൊരു വഴി കാണിച്ചു തരുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആൻമാക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഒമാനിൽ നിന്ന് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. ഒത്തിരി ശ്രമിച്ചിട്ടും ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. അവിടെ ഉണ്ടായിരുന്ന ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം നഴ്സിംഗ് കൗൺസിലിൽ വിട്ടു, പക്ഷെ അവർ തന്നില്ല. ലാസ്റ്റ് ഒരു ഫ്രണ്ട് ചെന്നപ്പം പറഞ്ഞു നെക്സ്റ്റ് സൺഡേ വരാൻ പറഞ്ഞു. പക്ഷെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു മാതാവേ നീയാണ് എനിക്കിത് വാങ്ങിച്ചു തരുന്നതെന്ന് അറിയാനായിട്ട് എനിക്കൊരു അടയാളം തരണമെന്ന്. അങ്ങനെ ശനിയാഴ്ച രാത്രി ആ ഫ്രണ്ടിന് പെട്ടെന്ന് വയറുവേദന വരികയും അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ഞായറാഴ്ച ആ ഫ്രണ്ടിന് പോകാൻ പറ്റാതെ നാട്ടിലോട്ട് എമർജൻസി ആയി
ആയി വന്നു. പക്ഷേ എനിക്ക് ആ ഞായറാഴ്ച തന്നെ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് മാതാവ് ആരും പോകാതെ മാതാവ് തന്നെ പോയി എനിക്കത് വാങ്ങിച്ചു തന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ സാക്ഷ്യങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒത്തിരി പേർക്ക് ഗിഫ്റ്റ് മാതാവ് കൊടുക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് നവംബർ 17 എൻ്റെ ബർത്ത്ഡേ, അതിന് മുന്നേ എനിക്കൊരു ഗിഫ്റ്റ് തന്ന് എനിക്ക് സഹായിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ നവംബർ 16 ഞാനും എൻ്റെ മോളും കൂടെ മുട്ടുകുത്തി ഇന്ന് ജപമാല ചൊല്ലിയപ്പോൾ അവിടെ മാതാവിൻ്റെ തിരി കത്തിച്ച് വെച്ചാണ് ചൊല്ലിയത്. അപ്പോൾ ആ മാതാവിൻ്റെ തിരിയിൽ മാതാവിൻ്റെ രൂപം ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായി ഇന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടുമെന്ന്. അങ്ങനെ ആ 16 തന്നെ എനിക്ക് ആത്മാക്ക് തന്ന് മാതാവ് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തന്ന് എന്നെ അനുഗ്രഹിച്ചു. മാതാവിന് കോടാനുകൂടി നന്ദി. അതിനുശേഷം പിന്നെ തന്നത് എൻ്റെ ഹസ്ബൻഡിന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് PR വേണ്ടിയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം. അതിനുവേണ്ടി പഞ്ചായത്തിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു തരാൻ പറ്റത്തില്ല, അതിൻ്റെ നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റിന് ഇടാൻ പറഞ്ഞു. സർട്ടിഫിക്കറ്റിന് ഇട്ടപ്പം അവർ പറഞ്ഞു അത് മുനിസിപ്പാലിറ്റിയിലുണ്ടെന്ന്. മുനിസിപ്പാലിറ്റി ചെന്നപ്പം പേരൻസിൻ്റെ പേര് കറക്റ്റാണ്, പക്ഷേ വീട്ടുപേര് തെറ്റായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ ഇത് നിങ്ങളുടെ തന്നെയാണ്, കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ളത് കൊണ്ട് വന്നിരിക്കുന്ന തെറ്റാണെന്ന് പറഞ്ഞ് അവർ തന്നില്ല. അങ്ങനെ ഞങ്ങൾ പഞ്ചായത്തിൽ കൊണ്ടുപോയി മാതാവിൻ്റെ ഒപ്പിട്ടു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഹസ്ബൻഡ് ചെന്നപ്പോൾ അവിടെ ഒരു പരിചയക്കാരനെ കാണുകയും അയാൾ വഴി ഞങ്ങൾക്ക് മാതാവിൽ നിന്ന് ആ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒരു ദിവസം കൊണ്ട് വാങ്ങിച്ചു തന്ന് അനുഗ്രഹിച്ചു. മാതാവിൽ നന്ദി. പിന്നെയുള്ളത് ഞങ്ങളുടെ വിസയ്ക്കിട്ടു. വിസയ്ക്ക് ഇട്ട് കഴിഞ്ഞ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒരുമിച്ചാണ് വിസയ്ക്കിട്ടത്. പക്ഷേ അവൾക്ക് 7 ഡേയ്സിന് വന്നു, എനിക്ക് വന്നില്ല. പക്ഷേ എനിക്ക് ഒരു വിഷമവും തോന്നില്ല. വൈകുന്നത് കർത്താവ് നൽകുന്ന ഏറ്റവും വലിയ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിച്ചു. പണ്ടൊന്നും എനിക്കിങ്ങനെ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും കഴിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ശരിക്കും മറ്റുള്ളവരെ സ്നേഹിക്കാനും ക്ഷമിക്കാനും ശരിക്കും അനുദപിക്കാനും ദൈവസ്നേഹത്തോടു കൂടി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനും എല്ലാം പറ്റുന്നുണ്ട്. അങ്ങനെ ഡിസംബർ 3 മാതാവ് എനിക്ക് വിസ തന്ന് അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും വിസ ഡിസംബർ 3 തന്നു. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ എല്ലാവരുടെ അടുത്തും പറയത്തുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ ആരോടും ഇത് പറഞ്ഞിട്ടില്ല. ഇപ്പം മാതാവിനോടാണ് ആദ്യമായിട്ട് പറയുന്നത്. മാതാവേ നന്ദി. പിന്നെ അതുകൂടാതെ ഞങ്ങൾ ഈ ഇപ്പോൾ വിസയ്ക്ക് ഇടുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ നമുക്ക് ന്യൂസിലൻഡിന് പോകുന്നതിന് ഒത്തിരി പൈസ ചിലവുണ്ട്. ഞങ്ങളാണെങ്കിൽ കഴിഞ്ഞ നവംബറിൽ ഒമാനിൽ നിന്ന് റിസൈൻ ചെയ്തതാണ്. അപ്പം സാമ്പത്തികമായിട്ട് ഒത്തിരി വിഷമത്തിലായിരുന്നു. പിന്നെയും ഓസ്ട്രേലിയക്ക് വിസയ്ക്ക് ഇടണമെങ്കിൽ നമുക്ക് പൈസ വേണമായിരുന്നു. പക്ഷേ എവിടെ നിന്ന് പൈസ തരും, മാതാവ് പൈസ ഇല്ലല്ലോ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. പക്ഷേ ചേട്ടൻ്റെ പെങ്ങൾ ഇങ്ങോട്ട് തന്നെ പറഞ്ഞ് പൈസ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുകൂടാതെ ടിക്കറ്റിനൊക്കെ പൈസയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഒരിക്കലും മൊബൈലിൽ SMS മെസ്സേജ് നോക്കാത്ത ഞാൻ മാതാവിൻ്റെ ജപമാല റാലിയുടെ അന്ന് SMS മെസ്സേജ് നോക്കുകയും എൻ്റെ അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്നുള്ളൊരു മെസ്സേജ് കാണുകയും അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ തന്ന് സഹായിച്ചു. 5 ലക്ഷം രൂപയുടെ സോഴ്സ് എന്ന് പറയുന്നത് പണ്ട് ഞങ്ങൾ NRI ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി 5 ലക്ഷം രൂപ ഒരു പേപ്പർ ഇല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു പേപ്പർ വർക്കും ഇല്ലാതെ 5 ലക്ഷം രൂപ ഞങ്ങൾക്ക് ക്രെഡിറ്റായി. മാതാവേ നന്ദി. പിന്നെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഉടമ്പടി വസ്തുക്കൾ വഴി കിട്ടിയത് എനിക്ക് എൻ്റെ തൈറോയ്ഡ് ഫങ്ഷൻ ന്യൂസിലൻഡിൽ പോകുന്നതിന് മുമ്പ് അത് ഒത്തിരി ഹൈ ആയിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും അവിടെ ചെന്നതിന് ശേഷം ഉടമ്പടി തൈലം എൻ്റെ കഴുത്തിൽ പറ്റി തൊണ്ടയുടെ ഭാഗത്ത് പറ്റി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ തിരിച്ച് ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് വന്ന് ചെക്ക് ചെയ്തപ്പോൾ അത് നോർമലായി തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡിന് ഫാറ്റി ലിവർ 1 ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം ലിവർ ഫങ്ഷൻ ടെസ്റ്റും നോർമലാക്കി തന്ന് മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ അതുകൂടാതെ ഞാൻ ന്യൂസിലൻഡിൽ പോയപ്പോൾ ഞാൻ പത്രം കൊണ്ടുപോയെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ പത്രം എൻ്റെ ലഗേജിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആകെ 42 കിലോയെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നുള്ളൂ. 35 കിലോ ലഗേജും 7 കിലോ ഹാൻഡ് ക്യാരി ആയിട്ടേ കൊണ്ടുപോകാമായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് തൂക്കിയപ്പോൾ 50 കിലോ ഉണ്ടായിരുന്നു. എൻ്റെ മുന്നിലുള്ള കുഞ്ഞിനെ 1 കിലോയ്ക്ക് വേണ്ടി അവർ പുറത്തു വിട്ടു. അപ്പോൾ ഞാൻ കാശുരൂപം മുറുകെ പിടിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് ഒരു കുഴപ്പവും കൂടാതെ 50 കിലോയും കയറിപ്പോയി. മാതാവ് അനുഗ്രഹിച്ചു. തിരിച്ചു വന്ന ടൈമിലും എനിക്ക് ലഗേജ് കൂടുതലായിരുന്നു. പക്ഷെ ആ സമയത്തും ഒരു ഹാൻഡ് ക്യാരി
ബാൻഡിന് പകരം എനിക്ക് 2 ബാൻഡ് തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ച് അങ്ങനെ എൻ്റെ ലഗേജിന് ഒരു പ്രശ്നമില്ലാതെ കയറിപ്പോന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങളുടെ വീടിനടുത്ത് ഓൾഡ് ഏജ് ഹോംസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ അമ്മമാർക്ക് ഞങ്ങൾ വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കും. പിന്നെ അതുകൂടാതെ അവർക്ക് വേണ്ട സിറപ്പ്, ടാബ്ലറ്റ്സ് അതെല്ലാം വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കും. പിന്നെ വീടിനടുത്ത് വേറൊരു ഓൾഡ് ഏജ് ഹോംസ് ഉണ്ട്. അവിടെ എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേ ആണ് വാഷിങ്. ആ സമയത്ത് ഞാൻ അവിടെ പോയി വാഷ് ചെയ്ത് സഹായിക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ ഞങ്ങൾ പത്രം എല്ലാ മാസവും ഇവിടെ വന്ന് വാങ്ങിച്ച് ഞങ്ങൾ വീടിനടുത്തുള്ള ഹോസ്പിറ്റലിൽ കയറി അവിടുത്തെ ICUയിലും വാർഡുകളിലും എല്ലാം കൊടുക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ ബൈബിൾ വായന എല്ലാ ദിവസവും അരമണിക്കൂർ ഞാനും എൻ്റെ ഫാമിലി 2022 മുതൽ വായിക്കുന്നുണ്ട്. 2022 മുതൽ അച്ഛൻ്റെ എല്ലാ ചൊവ്വാഴ്ചത്തെ ടോക്കും സാക്ഷ്യങ്ങളും എല്ലാം കേട്ട് ഷെയർ ചെയ്യാറുണ്ട്. വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്, പണ്ടൊക്കെ എന്തെങ്കിലും കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അയ്യോ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. എനിക്ക് ഉറപ്പാണ് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ അത് കിട്ടുമെന്ന്. വൈകുന്നത് ഏറ്റവും വലിയ നന്മയ്ക്കായിരിക്കുമെന്ന് എനിക്കിപ്പോൾ നല്ല വിശ്വാസമുണ്ട്. അതുകൂടാതെ ദൈവസ്നേഹത്തോടും എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ടും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുമുള്ള വലിയ കൃപ തന്ന് ദൈവം അനുഗ്രഹിച്ചു. ഇനിയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ എന്നെയും എൻ്റെ കുടുംബവും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ ജീവിത അവസാനം വരെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് മാതാവിനോടും തിരുകുമാരനോടും അപേക്ഷിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. വെളിപാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം 16-ാം തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. 16 മുതലുള്ള തിരുവചനങ്ങൾ: ഇനിയൊരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല, വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല. എന്തെന്നാൽ സിംഹാസനമധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. മഞ്ജു വർഗീസും കുടുംബവും തങ്ങൾ ഓസ്ട്രേലിയൻ വിസ ലഭിച്ച് പോകുന്ന കാര്യമാണ് നമ്മോട് സാക്ഷ്യമായിട്ട് പറയുന്നത്. അതിനിടയ്ക്ക് വന്ന അതിനൊക്കെ ഉണ്ടായിരുന്ന കുറേ കാലതാമസമുണ്ട്. അതുപോലെ ന്യൂസിലൻഡിലേക്ക് ആദ്യമേ പോയി ജോബ് വിസയ്ക്ക് പോകുന്നു. എന്നാൽ അവിടെ ചെന്നിട്ട് ജോബ് ലഭിക്കാതെ 6 മാസങ്ങൾ വീണ്ടും തിരിച്ചു വരികയാണ്. പിന്നീട് ഇവിടെ വന്നിട്ട് ജോലിയില്ല, നല്ലൊരു ജോലി ഉണ്ടായിരുന്നത് നഷ്ടപ്പെടുത്തിയിട്ട് പോകുന്നു. അപ്പോൾ ഇതൊക്കെ ഈ മകളുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെയാണ്. തനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, ഉടമ്പടി എടുത്തതിന് ശേഷം പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. നാം കേട്ട തിരുവചനം പോലെ എങ്ങനെയാണ് ഇപ്പോൾ തനിക്ക് തൻ്റെ ജീവിതത്തിൽ ഓസ്ട്രേലിയൻ വിസ ലഭിച്ചു. അത് ഒത്തിരി പ്രോസസ്സ് അതിനിടയ്ക്കൊക്കെ നടന്നു. എന്നാൽ പൈസയുടെ കാര്യവും ഓരോന്നിലും. പക്ഷേ ഇവിടെയൊക്കെ തനിക്ക് തന്നെ നയിക്കുന്ന ഒരു ശക്തിയായിട്ട് ഉടമ്പടി തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ എന്തെങ്കിലും ലഭിച്ചില്ലെങ്കിൽ പരാതിയും പരിഭവമായിട്ട് പ്രാർത്ഥന പോലും പരാതിയാക്കി മാറ്റുന്ന ഒരവസ്ഥയിലാണോ നാം നിൽക്കുന്നത്? നമുക്ക് ഓർക്കാം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ചിന്തകൾ ഇപ്പോൾ തനിക്കില്ല. ഇനി എന്തും വരട്ടെ, എന്തു വന്നാലും എനിക്ക് ഉടമ്പടിയിലാണ് ഞാൻ. അതുകൊണ്ടാണ് നമുക്ക് കിട്ടാതെ ലഭിക്കാതെ പോകുന്ന എല്ലാ പ്രാർത്ഥനകളും അതെല്ലാം നമുക്ക് നിത്യതയിൽ നമുക്ക് തുറക്കുന്ന അക്കൗണ്ടുകളാണെന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുന്നത്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.